മിറാക്കിൾ മോർണിംഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ഷൈജു പറവൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. മിറാക്കിൾ മോർണിംഗിന്റെ ആദ്യത്തെ സെഷൻ എല്ലാവരും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും മിറാക്കിൾ മോർണിംഗിലൂടെ നമ്മുടെ ലീഡേഴ്സിന്റെ വിവിധതരം വിഷയങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിലൂടെ ലീഡേഴ്സിന് ലഭിച്ചിട്ടുള്ള എല്ലാ അറിവുകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ അവർ നമുക്ക് നൽകുന്ന ഓരോ അറിവുകളും പ്രധാനപ്പെട്ടതാണ്. ബിസിനസ്സിലേക്ക് വിജയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഓരോ സ്റ്റെപ്പുകളും വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ലീഡേഴ്സ് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷനിൽ 3 steps to crown എന്ന വിഷയമാണ് വിശദീകരിക്കുന്നത്. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള സുധീഷ് സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡറും ഡബിൾ ക്രൗൺ ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഈ വേദിയിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സുധീഷ് സർ. Yes, warm good morning and thank you Ramya ma'am. വളരെ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. പേര് സുധീഷ്, തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈ പ്രൊഫഷൻ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ആൻഡ് ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൽ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോഴും ലൈഫ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ രാവിലെ ഇത്രയും മോർണിംഗ് നേരത്ത് ശരിക്ക് ഫസ്റ്റ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വൈ ആം സെയിങ് ദിസ്, ഇന്നിപ്പോൾ നാഷണൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും പല ആൾക്കാരും ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ മുന്നേറുക എന്നുള്ളത് പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ്, പക്ഷെ അതിലുള്ള ആക്ഷൻ പല ഭാഗത്തുനിന്നും വരാറില്ല. അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെന്റ് ക്ലിയർ ആണെങ്കിൽ തീർച്ചയായും സക്സസിന് വരാതിരിക്കാൻ സാധിക്കില്ല. സക്സസ് തീർച്ചയായും നമ്മുടെ അടുത്ത് വന്നു ചേർന്നിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് മിറാക്കിൾ മോർണിംഗ്. ഒട്ടനവധി ആൾക്കാർക്ക് ലൈഫിൽ ക്ലാരിറ്റിയും ഡയറക്ഷനും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് അമേസിങ് സെഷൻ. നമുക്ക് രാവിലെ തന്നെ ഒരു എനർജി നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, ഇന്നത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് 3 steps to crown. ശരിക്കും നമ്മൾ വെസ്റ്റേജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ് ഒരു 6 digit ഇൻകം, ഒരു 1 ലക്ഷത്തിന്റെ വരുമാനം. നാവ് പൊന്നാകട്ടെ, എല്ലാവർക്കും 6 ലക്ഷത്തിന്റെ വരുമാനം കിട്ടട്ടെ. ബട്ട് സ്റ്റിൽ 6 ഡിജിറ്റിന്റെ 1 ലക്ഷത്തിന്റെ ഇൻകം നമുക്ക് വേണം. ശരിക്കൊരു ഇന്നത്തെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം എന്ന് പറഞ്ഞാലും ഒരു വലിയ ഇൻകം അല്ല. അത് വൺസ് 1 ലക്ഷം ഇൻകം ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുക. നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അധികം ആർഭാടമില്ല, അതൊരു നോർമലായിട്ട് ജീവിക്കുന്ന തന്നെ ഇന്നൊരു 1 lakh, കുട്ടികൾക്ക് ഒരു നല്ല എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഒരു നല്ല ഭവനം ആയിക്കോട്ടെ, ഒരു തിരക്കില്ലാത്തൊരു വണ്ടി, ഇതൊക്കെ വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു 1 lakh അത്യാവശ്യമാണ്. ഈ 1 lakh ഇൻകം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വെസ്റ്റീജ് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്, നിങ്ങൾ ശരിയായിട്ടുള്ള ഫീൽഡിലാണ്, ശരിയായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ്, ശരിയായിട്ടുള്ള കമ്പനിയിലാണ്, ശരിയായിട്ടുള്ള ഓർഗനൈസേഷനിലാണ്. ഈവൻ നിങ്ങൾ അതിന് താഴെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ബിലീവ് മീ, നിങ്ങളൊരു സ്ലോ ട്രാക്കാണ്. മേ ബി അതിന് വെസ്റ്റീജിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. ബട്ട് ഇഫ് യു തിങ്ക് ബിഗ്, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വെസ്റ്റീജ് ആയിട്ടുള്ളത്. വെസ്റ്റീജിലെ വിന്നിംഗ് ടീം നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ന് ഓൾ ഓവർ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതും, കമ്പനിയുടെ ആവറേജ് റേഷ്യോനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതും, കമ്പനിയുടെ ആക്ടിവേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ശരാശരിയേക്കാളും മുകളിൽ കൂടുതൽ ജോയിനിങ് വരുന്നു, കൂടുതൽ ആക്ടിവേഷൻ വരുന്നു, കൂടുതൽ സക്സസ് വരുന്നു. മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വിന്നിംഗ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാരും വിന്നിംഗ് ടീമിലേക്ക് ഉറ്റുനോക്കുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലിയർ കട്ടായിട്ടുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്താണ് ഈ സിസ്റ്റം? പലപ്പോഴും നമ്മൾ സിസ്റ്റം എന്ന് കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഇത് എവിടെയാണ്, എന്താണ് എന്നുള്ള പല ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ഞാൻ സ്ലൈഡിന്റെ ഒരു സഹായത്തോടു കൂടി ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്.
ഓക്കെ, 3 steps to crown. നമ്മുടെ സ്വപ്നം ഒരു 1 lakh പ്ലസ് ഇൻകം അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ക്രൗൺ ഡയറക്ടർ ആണ്. ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ശരിയായ സ്ട്രക്ചറോടും ശരിയായിട്ടുള്ള വോളിയത്തോടും കൂടിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 1 lakh പ്ലസ് ഇൻകം തീർച്ചയായും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള 3 സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ശരിക്കും വിന്നിംഗ് ടീം വളരെ ക്ലാരിറ്റി നിങ്ങളുടെ ബിസിനസ്സിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 steps to crown അഭിസംബോധന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പല സംശയങ്ങളും നമുക്കിത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാം. കാരണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എന്താണ് ഈ ബിസിനസ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് നമ്മൾ കുറെ കൊണ്ട് കടന്നുകൊണ്ടോ കുറെ സെല് ചെയ്തുകൊണ്ടോ ഇതിൽ വിജയിക്കണം എന്നില്ല, 1 lakh ഇൻകം ഉണ്ടാക്കണം എന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശരി, നെറ്റ്വർക്ക് ബിസിനസ് ആണ്, നമുക്ക് ഇതിൽ കുറെ പേരെ ജോയിൻ ചെയ്യിക്കണം. പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്, കുറെ പേരെ ഓടി നടന്ന് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ ബിസിനസ്സിൽ ആക്റ്റീവ് ആവോ സക്സസ് ആവോ തീർച്ചയായും നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കില്ല. അപ്പം ഇത് എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് 10 core സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് അതിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് പറയേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡ്രീം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഡ്രീം ഉണ്ടാവണം. എന്തിനാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യേണ്ടത്? അത് അടങ്ങാത്ത ജ്വലിക്കുന്ന, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീവ്രമായിട്ടുള്ള ഒരു അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓൺട്രപ്രണർ ആവാൻ സാധിക്കുള്ളൂ. അത് വെസ്റ്റീജ് ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ അത് എന്നല്ല, ലൈഫിൽ എവിടെ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള അടങ്ങായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വപ്നമുള്ള വ്യക്തികൾക്കുള്ള റൈറ്റ് ട്രാക്ക് അല്ലെങ്കിൽ ഈസി ട്രാക്ക് ആയിട്ടാണ് വെസ്റ്റീജും വിന്നിംഗ് ടീമും നിങ്ങൾക്ക് 3 steps to crown അവതരിപ്പിക്കുന്നത്. ഈ 3 steps to crown, നമുക്ക് ക്രൗൺ ആവാൻ വേണ്ടിയിട്ട് ബ്രൗൺസ് ആവണം, സിൽവർ ആവണം, ഗോൾഡ് ആവണം, അങ്ങനെ ഒരു ലോങ് ട്രാക്ക് പോയിട്ടാണ് നമ്മൾ ക്രൗൺ ആവുന്നതെങ്കിൽ, പ്രോഫിറ്റബിൾ ക്രൗൺ ആവണമെങ്കിൽ ഞങ്ങൾ പറയും വിന്നിംഗ് ടീമിന്റെ 3 steps to crown ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 3 steps പാർട്ട് 1 ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. പാർട്ട് 2 അടുത്ത ദിവസം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഈ 2 സെഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 3 steps to crown നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്? ഞാൻ മുമ്പേ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ഡ്രീം ആണെങ്കിൽ രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് ശരിയായ രീതിയിൽ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. കമ്മിറ്റ്മെന്റ് ആരിൽ നിന്ന് വരണം? നമ്മൾ ഓരോരുത്തരിൽ നിന്ന് വരണം. ആർക്കാണോ ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, തീർച്ചയായും. പക്ഷേ മോട്ടിവേഷനേക്കാളും അല്ലെങ്കിൽ ഇൻസ്പിറേഷനേക്കാളും ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ ആണ്. എന്താണ് ഇൻസ്പിറേഷനും ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസ്പയർഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ബിലീവ് മീ, ആസ് എ മൊബൈൽ ചാർജ്, ഒരു മൊബൈലിന്റെ ബാറ്ററി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മോട്ടിവേഷൻ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതല്ല. പക്ഷെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു, അതെന്താണ്? അതെന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ എന്ത് വന്നാലും എന്ത് വന്നില്ലെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഡിസിപ്ലിൻ ആയിട്ടുള്ളത്. ഇതിൽ 1 lakh പ്ലസ് ഇൻകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ മെനി തിങ്സ് ഹാസ് ടു ബി ഡിസിപ്ലിൻഡ്. ഒരു മോട്ടിവേഷൻ ബേസിലല്ല, റെഗുലർ ഡെയിലി ബേസിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുക. ഇതിൽ വിജയിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിലാണുള്ളത്, നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്? നമ്മളൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഇൻ എ പ്രോസസ് ടു ബിൽഡ് എ ടീം. ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്മ്യൂണിറ്റി, ഒരു വെൽനസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കൺസ്യൂമർ നെറ്റ്വർക്ക്, ഇങ്ങനെ നമ്മൾ പല പദങ്ങൾ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ടീമിന് ലോങ് ടേം ടീം മീൻസ് ബിസിനസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനത്തെ? ലോങ് ടേം സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കേറ്റബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ചീഫ് മെന്റർ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ബിസിനസ്സിനെ പറയുന്ന സമയത്ത്, ബിസിനസ് ബിൽഡിംഗ് ആക്റ്റീവ് എന്ത് സെഷൻ ആൾ എടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ ആൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വി ആർ ബിൽഡിംഗ് എ ലോങ് ടേം സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കേറ്റബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. ലോങ് ടേം സസ്റ്റൈനബിൾ, നിലനിൽക്കുന്ന, ദീർഘകാലം നിലനിൽക്കുന്ന, ഡ്യൂപ്ലിക്കേറ്റബിൾ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന, ആൻഡ് പ്രോഫിറ്റബിൾ, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലായിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. വെസ്റ്റീജ് ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ വിന്നിംഗ് ടീമിലാണ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അന്തർധാര അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുമ്പോഴും ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം,
ഞാൻ ചെയ്യുന്നത് ഈ ലോങ് ടേം സസ്റ്റൈനബിൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഓരോ ടേം എടുത്ത് നോക്കാം. ലോങ് ടേം നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ലോങ് ടേമിലേക്ക് നിൽക്കുമോ, നിലനിൽക്കുമോ? ഡ്യൂപ്ലിക്കേറ്റബിൾ, ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുമോ? പ്രോഫിറ്റ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടുമോ? ഈ ലെവലിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരും അതേപോലെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ പ്രോഫിറ്റ് അതേപോലെ തന്നെ അവർക്കും കിട്ടുമോ? ഈ രീതിയിൽ എൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്ന കാര്യത്തിന് ഒരു പടി മുമ്പിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ബിലീവ് മീ, ഇതിൽ ക്രൗണ്ട് വിത്ത് 1 lakh ഇസ് എ പീസ് ഓഫ് കേക്ക്. ഇതിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് കോർ ക്ലബ്, നിങ്ങൾ ഇതിൽ ആദ്യം കോറായി മാറണം. 2 ഗോ ഗെറ്റർ ക്ലബ് ആൻഡ് 3 ക്രൗൺ ക്ലബ്. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാളത്തെ സെഷനിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇതിന് ആദ്യത്തെ സ്റ്റെപ്പ്, അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദ്യത്തെ ചൂടാണ്, കോർ ക്ലബ്. കോർ ക്ലബിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. എന്താണ് കോർ? പലപ്പോഴും പല വ്യക്തികൾക്കും ഞാൻ പറയും വെസ്റ്റീജിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ കോർ ആയേ പറ്റൂ. എന്താണ് കോർ എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് പെർ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം പ്രകാരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 150 PV നിങ്ങൾക്ക് എല്ലാ മാസവും 10ാം തീയതിയുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ PV ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്ത് 500 PV സർക്കിൾ. 500 PV സർക്കിൾ ഞാൻ കവർ ചെയ്യാം. സോ 150 PV, ഒരു 150 PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് ഒരു 4000-4500 രൂപ, ഒരു 5000 രൂപയുടെ ചുവടെ ബിസിനസ് ആണ്. 5000 രൂപ എന്ന രീതിയിൽ തന്നെ എടുക്കാം. ഒരു 5000 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന, പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന വ്യക്തിയെയാണ് നമുക്ക് കോർ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ചൂട് പറയുന്നത്. ഈ 150 PV ഞാൻ എത്രയോ കാലമായിട്ട് പല മാസങ്ങളും 300 ആണ്, ചില മാസം അല്ലാത്ത 300 അച്ചീവ് ചെയ്യാത്ത മാസം എങ്ങനെ നോക്കിയാലും 200 PV പേഴ്സണൽ, അതും തുടക്കത്തിലെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ 200 PV ഞാൻ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ദാറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ്. ഞാൻ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഞാൻ റെഗുലറായിട്ട് എടുക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ 2 ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഉണ്ട്. ഞങ്ങൾ 400 PV എടുത്താൽ പോലും പല മാസവും ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് തികയാത്ത അവസ്ഥയാണ് വരാറുള്ളത്. കാരണം നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിന് മാത്രമല്ല കുറച്ച് കൺസ്യൂമേഴ്സിനും കൂടി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും ഈ 150 PV എന്ന് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. 150 PV തീർച്ചയായും നിങ്ങളുടെ ഒരു പേഴ്സണൽ ടാർഗറ്റ് ആയിരിക്കണം. എളുപ്പമാണോ? തീർച്ചയായും എളുപ്പമാണ്. തിങ്സ് ഹാപ്പൻ ട്വൈസ്. ഫസ്റ്റ് മെന്റൽ, സെക്കൻഡ് ആക്ച്വൽ. നിങ്ങൾ മാനസികമായിട്ട് എനിക്ക് 150 PV ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള വഴികളും അതിനുള്ള കസ്റ്റമേഴ്സും എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 150 PV ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുന്നതാണ്, 150 വിന്നിംഗ് ടീം പറയുന്നുണ്ടെങ്കിലും 160 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 PVയുടെ കൺസിസ്റ്റൻസി പ്ലസ് 60 PVയുടെ കൺസിസ്റ്റൻസി, 2 കൺസിസ്റ്റൻസി ചെയ്യുന്നുണ്ടാവും. ഞാൻ 200 PV ചെയ്യാനുള്ള റീസൺ എനിക്ക് 2 കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ്, നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബേസ് ഒരു 30 മിനിറ്റ് എങ്കിലും വിന്നിംഗ് ടീം റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഡിയോ കേൾക്കണം. ഇതിൽ CEPയിൽ ഒട്ടനവധി ഓഡിയോസ് അവൈലബിൾ ആണ്. മിറാക്കിൾ മോർണിംഗിൽ നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സെഷൻ കേൾക്കുക, അറ്റൻഡ് ചെയ്യുക, രണ്ടും രണ്ടാണ്. നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങളുടെ പേര് സൂമിൽ ഇവിടെ തെളിഞ്ഞു കാണുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ലിസൺ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം. ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ മെന്റൽ പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ആൻഡ് 5 ലോയൽ കസ്റ്റമേഴ്സ്. ലോയൽ കസ്റ്റമേഴ്സ് ക്ലബ്, നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ കാറ്റർ ചെയ്യുന്ന ഒരു 5 കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾ അവരുടെ നീഡ് ചോദിച്ച് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതേ സമയത്ത് എന്ന് കൊടുത്തു, അത് എന്ന് കഴിയാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് അവിടെ ഫോളോ അപ്പ് ചെയ്യുന്നു, അവർ റിസൾട്ട് എടുക്കുന്നു. 5 കസ്റ്റമേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും പല വെസ്റ്റീജിൽ തന്നെ പല ആൾക്കാരും അല്ലെങ്കിൽ വെസ്റ്റീജിന് പുറത്ത് പല കമ്പനികളും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന പേഴ്സണൽ PVs ആണ്. പേഴ്സണൽ PVs പ്രൊമോട്ട് ചെയ്യുന്ന തെറ്റുണ്ടോ വെച്ചാൽ യാതൊരു വിധത്തിലുള്ള തെറ്റും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് നെറ്റ്വർക്ക് അല്ല, അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഒരു പേഴ്സണൽ റീറ്റെയിൽ സെയിൽസിലാണ്. റീറ്റെയിൽ സെയിൽസ് ഒരിക്കലും നിങ്ങൾക്കൊരു ഹ്യൂജ് ടേൺ ഓവർ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു കൾച്ചർ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ സെയിൽ ചെയ്യുന്ന കേരളത്തിന് പുറത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്പെഷ്യലി ബോംബെ പോലുള്ള മാർക്കറ്റിൽ ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ ലേഡീസ് റെക്കമെൻഡ് ചെയ്യാനും പലതരത്തിലുള്ള കിറ്റി പാർട്ടിയൊക്കെ നടത്തിയിട്ട് പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാനും സെയിൽ ചെയ്യാനും അവർക്ക് യാതൊരു വിധത്തിലുള്ള മടിയില്ല. കാരണം അവിടെ ഒരു എംപ്ലോയി കൺസെപ്റ്റല്ല, അവരൊരു ബിസിനസ് കൺസെപ്റ്റിൽ തന്നെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ബ്ലഡിലുള്ള കാര്യം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമുക്ക് വേറെ ആൾക്ക് പറയാൻ ഭയങ്കര മടിയാണ്. ആയതുകൊണ്ട് തന്നെ
സെയിൽസിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല. പക്ഷെ അതേ സമയത്ത് ഒരു 5 ലോയൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോർ 150 തൊട്ട് 200 വരെ PV നിങ്ങളുടെ പേഴ്സണൽ കുടുംബത്തിലേക്കുള്ള അടക്കം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ഡെയിലി 10 കോർ സ്റ്റെപ്പ്, ഡെയിലി ബേസിൽ 10 കോർ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഡ്രീം 10 കോർ സ്റ്റെപ്പ് നമുക്കറിയാം. ഡ്രീം, കമ്മിറ്റ്മെന്റ്, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, പ്ലാൻ പ്രസന്റേഷൻ, ഫോളോ അപ്പ്. ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ഡെയിലി ബേസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോറായിട്ട് നമ്മൾ കോർ ക്ലബ്ബിൽ വരുന്നത്. സോ ബിലീവ് മീ, ഇത് ഡെയിലി ബേസിൽ ചെയ്യാൻ നമ്മുടെ വിന്നിംഗ് ടീമിന്റെ മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് അതിനെ ഒരു ഫോളോ അപ്പ് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾ ഈ ദിവസം അത് ചെയ്തോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വിന്നിംഗ് ടീമിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ദെൻ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ബാഗ് ഉണ്ടാവണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരാളെ പോയി കാണുന്നതും പ്രൊഫഷണൽ ആയിട്ട് ഒരാളെ പോയി കാണുന്ന തമ്മിൽ റിസൾട്ടിന് മേജർ വ്യത്യാസമുണ്ട്. അപ്പോൾ കോർ ക്ലബ്ബിൽ വരുന്ന വ്യക്തികൾ തന്നെ അവര് ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവർ വളരെ പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് അതിൽ സപ്പോസ് ലോണിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനോ എന്താവശ്യത്തിനായിക്കൊള്ളട്ടെ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും അല്ലെങ്കിൽ എല്ലാ പേപ്പേഴ്സും അവരുടെ ബാഗിൽ റെഡി ആയിരിക്കും. ഇതില്ലാതെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയും, ഞാൻ പിന്നെ വരാം സാറ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ പറയാറില്ല. കാരണം അവർക്കറിയാം പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ടേൺ ഔട്ട് ഉണ്ടാക്കാവുന്ന റിസൾട്ട് പിന്നീട് കിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. സോ ആയതുകൊണ്ട് തന്നെ ആസ് എ കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വളരെ പ്രൊഫഷണൽ ആയിട്ട് അവര് ഒരു വർക്കിംഗ് ബാഗ് റെഡി ആക്കിയിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെ വേണം എന്നുള്ള കൃത്യമായിട്ട് കോർപ്പറേറ്റ്സ് മെൻഷൻ ചെയ്യും. ഇന്ന കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഇതേ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർ ആകുന്ന വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു വർക്കിംഗ് ബാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വെസ്റ്റീജിന്റെ റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. വിന്നിംഗ് ടീംസിന്റെ ടൂൾസ് ഉണ്ടാവണം. ഈവൻ ഡെമോ കിറ്റ്സ് ഉണ്ടാവണം. നമുക്ക് റെഡി ആയിട്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാണിക്കാനുള്ള ഡെമോ കിറ്റ്സ് ഉണ്ടാവണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ പറയുന്നുണ്ടാവും. ആൻഡ് റെഗുലർ ആയിട്ട് നമുക്ക് പ്ലാൻ പ്രസന്റേഷനിൽ ഒരു കണ്ടിന്യൂസ് ആക്ഷനിൽ ഉണ്ടാവണം. ഇതിൽ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ആണ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അത് നാളെ അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ബിലീവ് മീ, ഈ കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് യു ആർ സ്ട്രെങ്തൺ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബേസിക് കമ്മിറ്റ്മെന്റ് ആണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ചിട്ട് ഞാൻ ഇന്നൊരു യുദ്ധം ഉണ്ടെന്ന് പോയിട്ട് വരാം എന്ന് പറയുന്ന വ്യക്തി മിക്കവാറും തിരിച്ചു വരുന്നുണ്ടാവില്ല. അവര് മരിച്ചിട്ടാണ് വരുന്നുണ്ടാവുക. ഇതേ രീതിയിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്തായാലും ഒന്ന് വെസ്റ്റീജ് 2 പേരെ കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പരാജിതനായിട്ടാണ് തിരിച്ചു വരാനുള്ള സാധ്യത. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ കട്ടായിട്ടുള്ള ഷാർപ്പൻ സിംഗിൾ ഫോക്കസിലുള്ള ഒരു ആക്ഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന എല്ലാ രീതിയിലും മെന്റലി ആൻഡ് ഫിസിക്കലി, അത് നിങ്ങളുടെ ഡ്രസ് അപ്പിയറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ ഡെയിലി 30 മിനിറ്റ്സ് നിങ്ങൾ ഇതിനെ ലിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വൊക്കാബുലറിന് മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ അറിവ് മാറ്റം ഉണ്ടാവും, നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവും, A to Z മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്നുണ്ടോ. ദാറ്റ്സ് ഹൗ വിന്നിംഗ് ടീമിൽ ഇത്രയധികം സക്സസ് റേറ്റ് ഉണ്ടാക്കാനുള്ള റീസൺ ഈ ഒരു കാര്യമാണ്. ഞാൻ ലാസ്റ്റ് ഡൽഹി ഫാമിലി റീയൂണിന് പോയ സമയത്ത് അവിടെയൊക്കെ ഉണ്ടാകുന്ന മാറ്റം, ഒരു പച്ചക്കറിയിൽ ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ആളെ സംബന്ധിച്ചിടത്തോളം ഡ്രസ് സെൻസ് മാറി, സംസാരിക്കുന്ന രീതി മാറി, ഷേവ് ചെയ്ത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ്, വളരെ ബിസിനസ് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ബാഗും എടുത്ത് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ അന്താളിച്ചു പോകും, ഇത് എന്ത് പറ്റി ഈ കക്ഷിക്ക് എന്നുള്ളത്. മേ ബി അദ്ദേഹം വർക്ക്ഷോപ്പ് മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ നടത്തുന്ന ആളായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രസ് സെൻസും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹി ഈസ് ബിക്കമിങ് എ പ്രൊഫഷണൽ. ആ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ നമുക്കൊരു ഹ്യൂജ് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തോട്ടെ. ഓക്കെ, ദെൻ കംസ് ദ പവർ ഓഫ് 500 PV സർക്കിൾ. നമുക്ക് ഈ ബിസിനസ്സിൽ പ്രോഫിറ്റബിൾ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഹ്യൂജ് ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം, നമ്മൾ 500 PV സർക്കിളിനെ എത്രത്തോളം ബിൽഡ് ചെയ്യുന്നു, നമ്മൾ ഫോളോ ചെയ്യുന്നു, നമ്മൾ ടീമിൽ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് 500 PV സർക്കിൾ, എന്തിനാണ് 500 PV സർക്കിൾ എന്നുള്ളത് സംസാരിച്ചിട്ട് എന്നിട്ട് എന്താണ് 500 PV സർക്കിൾ എന്നുള്ളതിലേക്ക് പോവാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ബിസിനസ് ടേൺ ഓവർ ബേസ്ഡ് ബിസിനസ് ആണ്. ഇത് ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുന്ന ബിസിനസ് മാത്രമല്ല. നിങ്ങൾ ഇതിലേക്ക് എത്ര പേരെ ജോയിൻ ചെയ്യിച്ചാലും അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് എത്ര പേരെ നിങ്ങൾ കണക്ട് ചെയ്താലും നിങ്ങളുടെ ടേൺ ഓവർ എന്ത് എന്നുള്ള ആസ്പദമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം, എൻ്റെ ടീമിൽ ഇത്രയധികം പേരുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല, അതിൽ എത്ര ടേൺ ഓവർ വരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ബിസിനസ് മാത്രമല്ല, ഏത് ബിസിനസ് എടുത്താലും അതിൽ സെയിൽസ്, ടേൺ ഓവർ, വോള്യം, ഈ ആസ്പെക്റ്റിലാണ് ഏതൊരു ബിസിനസ് എടുത്താലും അവർ സംസാരിക്കുന്നുണ്ടാവുക.
ഇപ്പൊ നിങ്ങളൊരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി ഒരു 100 PV ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണ്. 500 PV ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്മാൻ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ 500 PV ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. 500 PV ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ പേഴ്സണലി ഒരു 100 PVയുടെ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. 100 PV ചെയ്തു, അതിനുശേഷം ഒരു പ്രൊഡക്റ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് എങ്ങനെങ്കിലും ചിലപ്പോൾ അറേഞ്ച് ചെയ്യും, എന്നിട്ട് അതിന്റെ ബിസിനസ് നെക്സ്റ്റ് മന്തിലേക്ക് ഫോർവേഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല അപ്ലൈനിൽ നിന്നോ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ട് പറയും ഞാൻ അടുത്ത മാസം ഈ പ്രൊഡക്റ്റ് തരാട്ടോ എന്ന് പറയും. അതൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണ്. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ ഒരു ഹ്യൂജ് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 500 PVയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 500 PV സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേഴ്സണലി ഒരു കോർ ആവുന്നു. നിങ്ങളൊരു 150 PVയുടെ ബിസിനസ് ചെയ്യുന്നു. ബാക്കി നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്ന് നിങ്ങൾ ഉത്തരവാദിത്തം എടുത്ത് ഒരു 500 PVയുടെ ബിസിനസ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു 500 PV സർക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾ പേഴ്സണലി റെസ്പോൺസിബിലിറ്റി എടുത്ത് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്ന് 500 PVയുടെ ബിസിനസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ 500 PV എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 × 30 ഏകദേശം 15,000 രൂപയുടെ ഓൺ ആൻ ആവറേജ് 15,000 രൂപയുടെ ബിസിനസ് ആണ് ഉത്തരവാദിത്തം പറയുന്നത്. പക്ഷേ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക, 15,000 രൂപയുടെ ബിസിനസ്സും നിങ്ങൾ പേഴ്സണൽ PV ആക്കണം എന്ന് നിർബന്ധമില്ല. ആക്കാം, അത് നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ വിന്നിംഗ് ടീം സജസ്റ്റ് ചെയ്യുന്നത് ബിൽഡ് എ സ്മോൾ ടീം, ബിൽഡ് എ സ്മോൾ നെറ്റ്വർക്ക് വിത്ത് എ ടേൺ ഓവർ ഓഫ് 500 PV. 500 PVയുടെ ടേൺ ഓവർ വരുന്ന ഒരു ചെറിയ ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ 500 PVയുടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിൽ ഈ 500 PV നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ 500 PVയുടെ ഇത് 500 PV മനസ്സിലാക്കാൻ എളുപ്പമാണ്. സപ്പോസ് നിങ്ങളൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തു, നിങ്ങളുടെ കൂടെ നിങ്ങളൊരു 150 PV ചെയ്യുന്നു, നിങ്ങളുടെ കൂടെ ഒരു 4 പേരുണ്ട്, അവർ 100 PVയോ എല്ലാം കൂടി ചെയ്തിട്ട് 350 PV 4 പേരും കൂടി ചെയ്യുന്നു. അപ്പൊ അവർ 4 പേര് പ്ലസ് നിങ്ങളുടെ പേഴ്സണൽ PV ഇതെല്ലാം കൂടി ആകുമ്പോൾ എത്രയായി? 500 ആയി. അപ്പൊ നിങ്ങൾ 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത മാസം നിങ്ങളുടെ താഴത്തുള്ള വ്യക്തി അദ്ദേഹം നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അദ്ദേഹം 500 PV ചെയ്യുന്ന സമയത്ത് ആ 500 PVയുടെ ബിസിനസ് നിങ്ങളുടെ 500 PVയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ ഞാനൊരു വ്യക്തിയെ സ്പോൺസർ ചെയ്തു, അദ്ദേഹം 500 PVയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ താഴത്ത് 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ബിസിനസ് കൂടാതെ എനിക്ക് ബാക്കി എൻ്റെ പേഴ്സണൽ ബിസിനസ്സും ബാക്കിയുള്ള ടീമിൽ നിന്ന് ബിസിനസ്സുമായിട്ട് 500 PVയുടെ ബിസിനസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 500 PV സർക്കിൾ റെഗുലർ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡെപ്തും നിങ്ങളുടെ വിഡ്ത്തും ഈക്വലി ബിൽഡ് ചെയ്യപ്പെടുന്ന വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് 500 PV സർക്കിൾ. കാരണം നിങ്ങളുടെ താഴത്ത് ആരെങ്കിലും ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്താവും? നിങ്ങൾക്ക് 500 PV കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ സൈഡ് വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യും, സൈഡ് വോളിയം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കും. സോ കമ്പനി പറയാതെ തന്നെ അല്ലെങ്കിൽ വിന്നിംഗ് ടീം പറയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ക്രൈറ്റീരിയ ഒരു സിൽവർ ആവുന്ന സമയത്ത് 1800 PV ക്രിയേറ്റ് ചെയ്യലോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു കസ്റ്റമർ ഒരു 500 PV സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 20 to 30 ലോയൽ കസ്റ്റമേഴ്സിനെയും കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ പേഴ്സണൽ ആവാം, നിങ്ങളുടെ ടീമിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിനെ പോലും നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 15,000 തൊട്ട് 20,000 രൂപയുടെ സ്റ്റോക്ക് എപ്പോഴും കയ്യിലുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ കുറേ ഒരു കട തുടങ്ങി, ഇതിൽ വലിയ കാര്യമായിട്ട് സ്റ്റോക്ക് ഒന്നും വെക്കുന്നില്ലെങ്കിൽ പല ആൾക്കാരും ഇപ്പൊ എന്ത് ബിസിനസ് നടക്കും? പക്ഷെ അപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ് അല്ലേ? വെസ്റ്റീജ് നമ്മൾ എപ്പോഴും പറയും നോ റിസ്ക്, ഈസി ആയിട്ട് ചെയ്യാം, ടെൻഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിൽ 20,000 രൂപയുടെ സ്റ്റോക്ക് വെക്കുന്ന ഒരു റിസ്ക് അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതിൽ യാതൊരുവിധ റിസ്ക്കും 500 PVയുടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ 20,000 രൂപയുടെ സ്റ്റോക്ക് വീട്ടിൽ വെക്കുന്ന സമയത്ത് വരുന്നില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഇത് പച്ചക്കറിയല്ല, ഇത് ഇന്നോ നാളെയോ കേടാകുന്ന സാധനമല്ല. നമ്മൾ 20,000 രൂപയുടെ സ്റ്റോക്ക് വീട്ടിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ഓർഡർ വരികയാണ്, എനിക്കൊരു ഡിഷ് വാഷ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ മറ്റന്നാള് DLCPയിൽ പോകുന്നുണ്ട്, ഞാൻ പോയിട്ട് അതിന് പിറ്റേ ദിവസം ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു വീട്ടില് പാത്രം കഴുകാനുള്ള സാധനം തീർന്നതിന് ശേഷമാണ് ഒട്ടുമിക്ക വീടുകളിൽ നോക്കുക. പ്ലാൻഡ് ആയിട്ടല്ല കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് എപ്പോൾ പ്രൊഡക്റ്റിന് കുറവ് വന്നോ അവരപ്പ പുറത്തു പോയിട്ട് വാങ്ങിക്കുന്ന രീതിയാണ്. ഇപ്പോഴും വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക ഹസ്ബൻഡ്സും വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോള് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടാവും, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ, അപ്പൊ ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുട്ടോ എന്ന് പറയും. അവരത് വാങ്ങിച്ചു കൊണ്ടുവരും. കാരണം എപ്പോൾ തീരുന്നു അപ്പോഴാണ് അടുത്ത് വാങ്ങിക്കാൻ നിൽക്കുക.
അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അപ്രോച്ച് കുറവാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 20,000 രൂപയുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഗുലർ ഓർഡർ വരുന്ന എല്ലാ പ്രൊഡക്റ്റിനും 1-2 സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് തീർന്നാലും തീർച്ചയായും നിങ്ങൾക്ക് ഉടനെ തന്നെ എടുത്തു കൊടുക്കുകയും അടുത്ത മാസം ആവുമ്പോൾ അത് ബില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സ്റ്റോക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഒരു റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു 1 lakhന്റെ ബിസിനസ് ആണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 20,000 ഇന്നൊരു പെട്ടിക്കട തുടങ്ങുന്നടക്കം 50,000 തൊട്ട് 1 ലക്ഷത്തിനും വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ആണ് പല വ്യക്തികളും ചെയ്യുന്നത്. ഒരു ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കട തുടങ്ങി ഇറ്റ്സ് കോസ്റ്റ് ടു 5 lakhs to 10 lakhs പ്ലസ്. ഇതൊക്കെ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ പോലും പെർ മന്ത് 1 lakh ഇൻകം ഉണ്ടാക്കാൻ സാധിക്കാത്ത അതേ സമയത്ത് ഇവിടെ ഒരു ചെറിയ സ്റ്റോക്ക് വെച്ച് നിങ്ങൾക്ക് പെർ മന്ത് 1 lakh പ്ലസ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിന്നിംഗ് ടീം പറയുന്നുണ്ടെങ്കിൽ ബിലീവ് മീ യു ഹാവ് ടു ഫോളോ ഇറ്റ്. അത് തീർച്ചയായും നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് റെഗുലർ ഫ്ലോ ഓഫ് ടേൺ ഓവർ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് ടേൺ ഓവർ റെഗുലർ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു 500 PVയുടെ അഡ്വാൻറ്റേജ് വന്നാൽ നിങ്ങൾക്ക് ഒരു 25,000 രൂപയുടെ ചെക്കാണ് വേണ്ടതെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയാൽ തന്നെ അഥവാ ഒരു 8,100 PV നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു 25,000 രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അഥവാ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഒരു മിനിമം 15 500 PV സർക്കിളിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ വരുമാനം ഉണ്ടാവും. ഇത് മുമ്പ് വെസ്റ്റേജ് ബിസിനസ് കഴിഞ്ഞ ആനിവേഴ്സറിക്ക് മുമ്പ് ഇത് സംബന്ധിച്ചുള്ള 25 500 PV സർക്കിൾ ഉണ്ടെങ്കിലാണ് സാധിക്കുക. പക്ഷെ ഇന്ന് അത് ശരിക്കും വളരെ ലിമിറ്റ് ചെയ്തിട്ട് ഒരു 16 500 PV ഒരു 20 ഒക്കെ 500 PV സർക്കിൾ ശരിയായ സ്ട്രക്ചർ ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പെർ മന്ത് 20,000 25,000 രൂപ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2.5 ലക്ഷം രൂപയുടെ ബിസിനസ്സിന് 25,000 രൂപ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 10%, ഓൾമോസ്റ്റ് 10% ടേൺ ഓവറിന്റെ 10% വരുമാനമാണ് പറയുന്നത്. ഇന്ന് കൺവെൻഷൻ ബിസിനസ്സിൽ കിട്ടുന്ന ആ ടേൺ ഓവർ ആ ഇൻകമാണ് ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ടീമിന് കൊടുത്തിട്ട് ബാക്കി വരുന്ന വരുമാനമാണ് 25,000 പറയുന്നത്. നമുക്കൊരു സ്ട്രക്ചർ ബേസിൽ സംസാരിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഒരു സ്ട്രക്ചർ ഞാൻ ഇത് ഒരു ശരാശരി ഇത് പറയുന്നതാണ്. നിങ്ങളുടെ താഴത്ത് ഒരു ഓർഗനൈസേഷൻ അത് LOB ക്രിയേറ്റ് ചെയ്യുന്ന ശരാശരി 6,000 PV ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യുന്നു. സൈഡ് വോളിയമായിട്ട് 2,101 PV 2,101 PV. അത് അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ സിൽവർ ഡയറക്ടർ വിത്ത് ടീം ബിൽഡിംഗ് ബോണസ് അച്ചീവ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വരുന്ന സമയത്ത് നിങ്ങളുടെ സൈഡിൽ വോളിയത്തിന് ഒരു 4 മെയിൻ ലെഗിൽ വരുന്ന കൂടാതെ ഒരു 4 പേര് നിങ്ങളുടെ അതർ ലെഗുകളിൽ ക്വാളിഫൈ ചെയ്യാത്ത ബാക്കിയുള്ള ലെഗുകളിൽ ഒരു 4 500 PV സർക്കിളും നിങ്ങളടക്കം പ്ലസ് നിങ്ങളുടെ മെയിൻ ലെഗിൽ ഏകദേശം ഒരു 12-13 500 PV സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വോളിയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാ ആൾക്കാരെയും ഹാൻഡിൽ ചെയ്യുന്ന കാര്യമില്ല. ബിസിനസ്സിൽ സീരിയസ് ആയിട്ടുള്ള നിങ്ങളുടെ കൂടെ ഒരാൾ വരികയാണ്, ആള് ബിസിനസ് എനിക്ക് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുടെ മുമ്പിൽ ഫാസ്റ്റ് ആയിട്ട് 8% കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാവുന്ന ടാർഗറ്റ് ആണ് 500 PV സർക്കിൾ. 500 PV സർക്കിൾ വൺ ടൈം അച്ചീവ്മെന്റ് അല്ല, എവ്രി മന്ത് യു ആർ ടു ക്വാളിഫൈ 500 PV സർക്കിൾ. ഈ ഒരു സ്ട്രക്ചർ വരുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ് നിങ്ങളുടെ പേഴ്സണൽ PVക്ക് മാത്രം ഒരു 200 PV നിങ്ങളുടെ പേഴ്സണൽ PV ഉണ്ടെങ്കിൽ ഒരു 576 രൂപ നിങ്ങളുടെ ഇത് മാത്രം കമ്മീഷൻ മാത്രമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ PVയുടെ പെർഫോമൻസ് ബോണസ് മാത്രമാണ് ഞങ്ങളിവിടെ കണക്കാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള 16% എത്താത്ത ലെഗുകൾ ഉണ്ടെങ്കിൽ പെർഫോമൻസ് ബോണസ് പിന്നീടും കൂടും. ഡയറക്ടർ ബോണസ് വെച്ച് കണക്കാക്കണമെങ്കിൽ അത് ഏകദേശം 5,716 ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് ഏകദേശം 11,800 പ്ലസ് ട്രാവൽ ഫണ്ട് ഏകദേശം 2,256 ടീം ബിൽഡിംഗ് ബോണസ് 6,486 ശരാശരി നോക്കുകയാണെങ്കിൽ 26,561 രൂപ അഥവാ 25,000 രൂപയുടെ മുകളിൽ ഈ പറയുന്ന ഒരു സ്ട്രക്ചറിൽ വെച്ച് മാത്രം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇത് ഏത് ബിസിനസ്സിലാണ് വേറെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്വാളിഫിക്കേഷൻ വേണം, സ്ട്രക്ചർ വേണോ? തീർച്ചയായും വേണം. ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 500 PV സർക്കിൾ എന്നുള്ള രീതിയിൽ പ്രൊജക്ട് വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഹയർ ലെവലിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിന്റെ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 16,000 PV ഉണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 16,000 to 20,000 വരും. ഇത് എക്സാക്ട്ലി ഒരു ലെഗിൽ ഇത്ര PV പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ ലെഗ് 6,000 രണ്ട് ലെഗുകളിൽ 6,000 വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 50,000 അടുത്തേക്ക് വരെ ഇൻകം പോകാനായിട്ട് സാധിക്കും. പക്ഷെ ആദ്യത്തെ ലെഗിൽ 6,000 പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണോ നിങ്ങളുടെ
ഫസ്റ്റ് ലെഗിൽ 6000 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെഗിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് ആ ലെഗും ഗ്രോ ചെയ്തുകൊണ്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ 16,000 മിനിമം പറഞ്ഞാലും ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു 50,000 ക്രോസ് ചെയ്യുന്ന സമയത്ത് അതൊരു 20,000 പ്ലസ് പോയിട്ടുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓർഗനൈസേഷൻ ഒരു 30 to 35 500 PV സർക്കിൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 50,000 രൂപയുടെ ഇൻകം ഉണ്ടാക്കാം. ഒരു 75 റഫ്ലി ഒരു 75 500 PV സർക്കിൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ LOB അടക്കം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 lakh ഇൻകം വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. 500 PV സർക്കിൾ ഈസ് ദ മാജിക്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 500 PV സർക്കിൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെയാണ്. അതിലൂടെയാണ് ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിലൂടെയാണ് ബിസിനസ് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കൂടെ വരുന്ന വ്യക്തികൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഈസി ആയിട്ടുള്ള 500 PV സർക്കിൾ ആണ്. കാരണം അത് സിസ്റ്റത്തിന് സിസ്റ്റം ഫോളോ ചെയ്യാനും സിസ്റ്റത്തിലൂടെ അവരുടെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും അവരെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് മോഡിലേക്ക് കൊണ്ടുവരാനും എല്ലാത്തിനും ഈ 500 PV സർക്കിൾ കൊണ്ട് സാധിക്കും. എങ്ങനെ നമുക്കൊരു 500 PV സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം? ബിലീവ് മീ, അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. 2 കാര്യങ്ങളാണ് അതിനായിട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, പ്ലാൻ പ്രസന്റേഷൻ വളരെ ശക്തമാക്കണം. 2, ഡ്രീം എക്സസൈസ് വളരെ സ്ട്രോങ് ആക്കണം. ഈ 2 ടാർഗറ്റും നിങ്ങൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 PV സർക്കിൾ ടാർഗറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ? ഇപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ 500 PV സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ എപ്പോഴും കൂടുതൽ ടാർഗറ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ LOB സ്ട്രക്ചറിലേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും 500 PV സർക്കിളിനെ ഇഷ്ടം പോലെ കൊണ്ടുവരാം. പക്ഷെ ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് കേറ്റർ ചെയ്യുന്നതിനേക്കാളും നല്ലത് LOB, ലൈഫ് ഓഫ് ബ്ലിസ്. ബ്ലിസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്നെസ്, പരമാനന്ദം എന്ന് പറയില്ലേ. ഇത് LOBന് എപ്പോഴും അങ്ങനെ പറയാം. ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് ആണ് കമ്പനി പറയുന്നതെങ്കിൽ വിന്നിംഗ് ടീം പറയുന്നത് ലൈഫ് ഓഫ് ബ്ലിസ്, ലൈഫ് ഓഫ് കംപ്ലീറ്റ് ഹാപ്പിനെസ്, പരമാനന്ദപൂർണ്ണമായിട്ടുള്ള ജീവിതം. അതാണ് LOBയോട് കൂടി സാധിക്കുന്നത്. ഇപ്പൊ LOB ഇല്ലാതെയാണ് നിങ്ങൾ ക്വാളിഫിക്കേഷനിൽ പോകുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പരമാനന്ദം ഇല്ലാത്ത ബിസിനസ്സാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, സസ്റ്റെയിൻ ചെയ്തുകൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു എങ്ങനെ 500 PV സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. 500 PV സർക്കിൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, പ്ലാൻ പ്രസന്റേഷൻ വളരെ ശക്തമായിരിക്കണം. കമ്മിറ്റഡ് ആയിട്ടുള്ള പ്ലാൻ പ്രസന്റേഷൻ. ഇതിൽ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ നാളെ കവർ ചെയ്യുന്നുണ്ടാവും. തീർച്ചയായും അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്താണ് ഈ റെഗുലർ പ്ലാൻ പ്രസന്റേഷന്റെ ബെനിഫിറ്റ് എന്നുള്ളത്, എന്താണ് പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ എന്നുള്ളത് നാളെ നിങ്ങൾക്ക് അത് അറിയാം. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടനവധി ആൾക്കാരെ കവർ ചെയ്യുന്ന സമയത്ത് 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എപ്പോഴും ടച്ച് ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ്, ഗ്രീൻ കളർ. യെസ്, ഓക്കെ, നൗ കാറ്റഗറി ആണ്. അവരെ സംബന്ധിച്ചോളം കൊടുക്കുന്ന സമയത്ത് ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവും. 2, യെല്ലോ കാറ്റഗറിയാണ്. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ. അവർ നോ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പറഞ്ഞിട്ടില്ല. പക്ഷെ യെസ് പറഞ്ഞിട്ടുണ്ടോ? യെസ്സും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇവരെ എന്ത് ചെയ്യണം? ഇവരെ സംബന്ധിച്ച് മനസ്സിലാക്കുക, ഇവർ യെല്ലോ കാറ്റഗറിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ലേറ്റർ ഓൾമോസ്റ്റ് ഒരു മേജർ പെർസെൻറ്റേജ് ആൾക്കാരും, വളരെ ചുരുക്കം ആൾക്കാരും മാത്രമേ ഗ്രീൻ റേഞ്ചിലേക്ക് വരുള്ളൂ. നല്ലൊരു ശതമാനം ആൾക്കാരും യെല്ലോ റേഞ്ചാണ്. കാരണം ജീവിതത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. പക്ഷെ ഗട്ട്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം nobody willing to fight a losing battle. Everybody is ready to fight a winning battle. വിജയിക്കുന്ന യുദ്ധത്തിലേക്ക് വരാൻ എല്ലാവർക്കും തയ്യാറാണ്. പക്ഷെ തോൽക്കുന്ന യുദ്ധത്തിലേക്ക് വരാൻ ആർക്കും തയ്യാറല്ല. നിങ്ങളിത് വ്യക്തിയുടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വിജയിക്കുമോ എന്നുള്ള കോൺഫിഡൻസ് പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സംസാരത്തിൽ ഇദ്ദേഹം എന്ത് വന്നാലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും ബിസിനസ് പ്രസന്റ് ചെയ്ത സമയത്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി അത് ആരന്യായാലും എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇദ്ദേഹം ചെയ്താലും ഞാൻ ഈ ബിസിനസ്സിൽ ക്രൗൺ ഡയറക്ടർ ആവും, ഇദ്ദേഹം ചെയ്തില്ലെങ്കിലും ഞാൻ ഈ ബിസിനസ്സിൽ ക്രൗൺ ഡയറക്ടർ വിത്ത് 1 lakh ആവും എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഏത് വ്യക്തിയെ കാണുന്നത്. ഇതിന് നമ്മുടെ കമ്മിറ്റ്മെന്റ് പറയുന്ന പോലെ തന്നെ ലിസ്റ്റ് സ്ട്രോങ് ആയിരിക്കണം. ലിസ്റ്റ് സ്ട്രോങ് ആണെങ്കിലാണ് ഈ മൈൻഡ് സെറ്റോട് കൂടി വർക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം ഇദ്ദേഹം അല്ലെങ്കിൽ എനിക്ക് വേറെ വ്യക്തി ഉണ്ട്, സമൂഹത്തിൽ ആൾക്കാരുടെ കുറവില്ല, ഇതിനെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തി എൻ്റെ ഉള്ളിൽ വരും എന്ന് പരിപൂർണമായിട്ടുള്ള കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ ബിസിനസ് കൊടുക്കുന്നത്. ഈ കോൺഫിഡൻസ് നമുക്ക് മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യണം. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ബിൽഡ് ചെയ്യും. എങ്കിലും സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള വ്യക്തികളെ സംബന്ധിച്ചുള്ള അവർ എപ്പോഴും പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയും. 3rd കാറ്റഗറി ഈസ് റെഡ്. അവരെ സംബന്ധിച്ചോളം നന്നാവും വേണ്ട എന്ന് ചിന്തിക്കുന്ന കാറ്റഗറിയാണ്. മേ ബി അദ്ദേഹത്തിന് നീഡ് കുറവുണ്ടാവാം, അദ്ദേഹം ചെയ്യുന്ന പ്രൊഫഷനിൽ അദ്ദേഹം ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, അദ്ദേഹം വളരെ പാഷനായിട്ട് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹം മടിയനായിരിക്കാം. എനിവേ അദ്ദേഹം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സസ്പെക്ട് ആണ്. അദ്ദേഹത്തിന് നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. അദ്ദേഹം നമുക്ക് ഓൾറെഡി തന്നെ റിജക്ട് ചെയ്യാവുന്ന ഒരു കേസാണ്. ഞാൻ ഈ ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക്
അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു വ്യക്തി സീരിയസ് ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ എനർജി, എഫേർട്ട്, ടൈം, മണി ഇട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ആയതുകൊണ്ട് ഇറ്റ്സ് മീ ഹൂ ഡിസൈഡ് ഹൂ ഷുഡ് വർക്ക് വിത്ത് മീ, ഹൂ ഷുഡ് നോട്ട്. ഞാനാണ് തീരുമാനം എടുക്കുന്നത് എൻ്റെ കൂടെ ആര് വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണ്ട എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ ഞാനാണ് കൂടെയുള്ള വ്യക്തികളെ റിജക്ട് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണോ, ഐ നോ ഹി വിൽ കം ബാക്ക് ടു മീ. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്, നമ്മൾ ഫംഗ്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ യെല്ലോ കാറ്റഗറിയിലെ ആൾക്കാരെ സംബന്ധിച്ച് എപ്പോഴും ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ലൈറ്റ് ഗ്രീനിലേക്ക് മാറാം. പക്ഷെ നമുക്ക് മാറ്റാനുള്ള പരിമിതികളുണ്ട്. നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഗ്രീനിലേക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ആകെ കൂടി നമുക്ക് ചെയ്യാവുന്ന എന്താണ്, അദ്ദേഹത്തിന് റെഗുലർ ഫംഗ്ഷൻസിന്റെ അപ്ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫീൽ വരും. അല്ലെങ്കിൽ ഒരു പക്ഷെ മിക്കവാറും നിങ്ങൾ സലീം സാറിന്റെ അല്ലെങ്കിൽ DUCD സലീമിന്റെ സാറിന്റെ സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് ഓൾവേസ് ടഫ് ടു മേക്ക് 50,000 ഫ്രം വെസ്റ്റേജ്. ഇതിലൊരു 50,000 രൂപ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ 50,000 ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ അതേവരെ റിജക്ഷൻ കേട്ടിട്ടുള്ള പല വ്യക്തികളും നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ ഫോറിൻ ടൂറോ നിങ്ങളുടെ കാറോ കണ്ടിട്ട് ടേൺ ഔട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ബിസിനസ്സിനെ ഈസി ആയിട്ട് 1 ലാഖിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ഈ യെല്ലോ കളറിൽ നിന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും പിന്നീട് ഗ്രീനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ 50,000 നിങ്ങളുടെ സക്സസ് കണ്ടതിന് ശേഷമാണ്. സോ നെവർ വെയിറ്റ് ഫോർ എനി വൺ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാസീവ് ആക്ഷൻ ആയിരിക്കണം നിങ്ങളുടെ മുഖമുദ്ര. അപ്പോ ഈ ലെവലിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ, 500 PV സർക്കിൾ, കോർ, ഗോ ഗെറ്റർ, പേസ്, 500 PV ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക, ഗ്രീൻ, യെല്ലോ, റെഡ്. ഇതിൽ ഗ്രീൻ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരാൾ സീരിയസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ എന്താണ്, അയാൾ എന്താണോ ആയി, ഇനി അടുത്ത ആളെ നോക്കട്ടെ എന്നുള്ളതാണ്. തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണോ നിങ്ങളുടെ കൂടുതൽ സീരിയസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊടുക്കണം. കാരണം അദ്ദേഹം നിങ്ങളുടെ കൂടെ സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്. ബാക്കി സീരിയസ് അല്ലാത്ത യെല്ലോ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സമയമാകുമ്പോൾ വരും. നിങ്ങൾ അതിന്റെ മുകളിൽ അധികം സമയം സ്പെൻഡ് ചെയ്യരുത്. ഗ്രീൻ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന സമയം മാത്രമേ നിങ്ങൾ യെല്ലോന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി, യെല്ലോ വ്യക്തിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക്, ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ഒരു ലെഗിനെ ഫോക്കസ് ചെയ്തു, അത് ഓക്കെ സ്റ്റെബിലൈസ് ചെയ്തു, ഇനി എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ യെല്ലോ ലൈനിൽ എനിക്ക് ആക്റ്റീവ് ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പേഴ്സണലി ചെന്ന് സംസാരിക്കും. നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന വ്യക്തിയെ സ്പോൺസർ ചെയ്ത് അദ്ദേഹം ലെവലിൽ എത്തിയിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് അടുത്ത ലെഗിനെ ഫോക്കസ് ചെയ്യാൻ ഉള്ള സമയമാണ്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട ഞാൻ അടുത്ത ആളെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ, അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള ക്ലിയർ കട്ട് മെസ്സേജാണ് ഞാൻ പാസ് ഓൺ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിനെ ചിന്തിപ്പിക്കാനും അദ്ദേഹത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും. ഈ ബിസിനസ് കംപ്ലീറ്റ് സൈക്കോളജിക്കൽ ബിസിനസ് ആണ്. ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ വളരെ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഷാർപ്പൻഡ് ആയിരിക്കണം, നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. എപ്പോഴും മനസ്സിലാക്കുക, ഒരു പാറയുടെ മുകളിൽ ഒരു വെള്ളത്തുള്ളി തുടർച്ചയായിട്ട് ഒരേ സ്പോട്ടിൽ വീഴുന്നുണ്ടെങ്കിൽ ഒരു സമയം കഴിയും ആ പാറേനെ പോലും ആ വെള്ളത്തുള്ളി പൊട്ടിക്കുന്നുണ്ടാവും. അതെന്താണ്? ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് റിസൾട്ട് വരാതിരിക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് ബിസിനസ് ആണോ? ഹ്യൂജ് ബിസിനസ് ആണ്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. ഇതിൽ കംപ്ലീറ്റ് നിങ്ങളുടെ ഹോംവർക്ക്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫീൽഡ് വർക്ക് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഈ വെസ്റ്റേജ്. അതല്ലാതെ ഇതിനപ്പുറം വേറെ ഒന്നും തന്നെയില്ല. ഇപ്പോൾ തീർച്ചയായും രാവിലത്തെ മിറാക്കിൾ മോർണിംഗ് സെഷനിൽ നിങ്ങൾ ഉണ്ടാവുക. ഇന്ന് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ആക്ച്വലി റെസ്റ്റിലുള്ള ഒരാളാണ്. ചെറിയൊരു ഡോക്ടർ ഒരു ഇൻസ്പെക്ഷൻ കാരണം ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഞാൻ ചെറിയ റെസ്റ്റിലുള്ള ആളാണ്. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ബിസിനസ് വളരെ സ്റ്റേബിൾ ആയിട്ട് നടക്കാനുള്ള ബേസിക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബിസിനസ് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സ്ട്രെങ്തൻ ആവുക, നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനിൽ നിന്ന് ടോട്ടൽ ഡിപ്പെൻഡൻസി എടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് രീതിയിൽ ബിൽഡ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ടീമാണ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനത്തെ ടീമാണ് നിങ്ങൾക്ക് വരിക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും നിങ്ങൾ അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഡൗൺലൈൻസും നിങ്ങളെ വെയിറ്റ് ചെയ്യും. കാരണം അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അപ്ലൈനിൽ നിന്ന് ഡയറക്ഷൻ മനസ്സിലാക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് മനസ്സിലാക്കുക, പഠിക്കാനുള്ള ഒരു മനസ്സിലായാൽ വിന്നിംഗ് ടീം ഓർഗനൈസേഷന്റെ മിറാക്കിൾ മോർണിംഗ് ആയിക്കോട്ടെ, സെഷൻസ് ആയിക്കോട്ടെ, യൂട്യൂബ് വീഡിയോസ് ആയിക്കോട്ടെ, റെഗുലർലി പഠിക്കാൻ മനോഭാവം എടുക്കുക. ആക്ഷന് യാതൊരു അലംഭാവവും ഇല്ലാതെ, ഒരു മടിയില്ലാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, ബിലീവ് മീ, ദ റിസൾട്ട് വിൽ കം ടു യു.
ഭരതേട്ടൻ എപ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങൾ ഈ നമ്മൾ സാധാരണ ഹിന്ദു മതാചാര പ്രകാരം ധനത്തിനെ ലക്ഷ്മിയായിട്ടാണ് കണക്കാക്കുക. ധനലക്ഷ്മി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. സ്ത്രീകളുടെ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അഥവാ വാല്യൂ നമുക്കുണ്ടോ അവർ നമ്മുടെ അടുത്തേക്ക് വരും. സോ ഈ രീതിയിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈസ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. സ്ട്രക്ചർ മനസ്സിലാക്കുക, ചെയ്യേണ്ട രീതി മനസ്സിലാക്കുക, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് വരാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് വരാൻ ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം വരും. അവരുടെ പ്രോഫിറ്റബിലിറ്റിക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്താൽ തീർച്ചയായും നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി വരാതിരിക്കാൻ സാധ്യത. സോ ഫോക്കസ് ഓൺ 500 PV സർക്കിൾ ഇസ് എ മാജിക്. വിന്നിംഗ് ടീം ഓർഗനൈസേഷൻ ഓൾ ഓവർ ഇന്ത്യയിൽ ഇത്രയും ഹ്യൂജ് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത് 500 PV സർക്കിളിന്റെ മാജിക് കൊണ്ടാണ്. ബി 500 PV സർക്കിൾ ഇൻ ദ ഫസ്റ്റ് വീക്ക് ആൻഡ് ക്രിയേറ്റ് മാക്സിമം 500 PV സർക്കിൾസ് ഇൻ യുവർ ടീം. അതിന് പ്ലാൻ പ്രസന്റേഷൻ ആൻഡ് ഡ്രീം എക്സസൈസ്. മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ഡ്രീം അനലൈസ് ചെയ്ത് അദ്ദേഹമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് അദ്ദേഹത്തിനെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുക അദ്ദേഹത്തിന്റെ വിജയത്തിന്. അതിനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തൊരു 500 PV സർക്കിളിന്റെ ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുക. ഇങ്ങനെയാണെങ്കിൽ ടീമിൽ ഓട്ടോമാറ്റിക് 500 PV സർക്കിളിന്റെ ഒരു നിര തന്നെ വരുന്നുണ്ടാവും. അതിലൂടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബിസിനസ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഫ്ലോ ചെയ്യട്ടെ. സോ സി യു ഇൻ ദ നെക്സ്റ്റ് 500 PV സർക്കിളിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സെഷൻസ് വിന്നിംഗ് ടീം വരുന്ന സമയത്ത് അതിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ വിശദമായ രീതിയിൽ 3 സ്റ്റെപ്പിനെ കുറിച്ച് പറഞ്ഞു തന്ന സാറിന് നമുക്ക് ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിക്കാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. വിഷ് യു വെൽ.